ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ഇത്തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. ഇന്ന് നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ രാജസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാടിനെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 6 വിക്കറ്റിന്റെ ഒരു വിജയമാണ് രാജസ്ഥാൻ ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ആദ്യം ബാറ്റ് ചെയ്ത തമിഴ്നാട് 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസാണ് നേടിയത്. എന്നാൽ 16.3 ഓവറിൽ രാജസ്ഥാൻ ഈ ഒരു ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ദീപക് ഹൂഡയുടെ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് ഇപ്പോൾ രാജസ്ഥാന് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. അതായത് 36 പന്തുകളിൽ നിന്ന് 76 റൺസ് സ്വന്തമാക്കാൻ ദീപക് ഹൂഡക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുറത്താകാതെയാണ് അദ്ദേഹം 76 റൺസ് നേടിയിട്ടുള്ളത്. 6 സിക്സറുകളും 6 ഫോറുകളും നേടിക്കൊണ്ട് ഒരു വെടിക്കെട്ട് പ്രകടനമാണ് ഹൂഡ നടത്തിയിട്ടുള്ളത്. തമിഴ്നാടിന്റെ താരസമ്പന്നമായ ബൗളർമാരെയാണ് അദ്ദേഹം അടിച്ചോടിച്ചത് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് CSK താരമായ ഗുർചപ്നീത് സിംഗ്, KKR താരമായ വരുൺ ചക്രവർത്തി, അതുപോലെ തന്നെ സായി കിഷോർ, T നടരാജൻ തുടങ്ങിയ സൂപ്പർ ബൗളർമാർക്കെതിരെയാണ് ദീപക് ഹൂഡ ഇത്തരത്തിലുള്ള ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ളത്. ഗുർചപ്നീത് സിംഗ് 38 റൺസും വരുൺ ചക്രവർത്തി 34 റൺസും സായി കിഷോർ 46 റൺസുമാണ് ഈ ഒരു മത്സരത്തിൽ വഴങ്ങിയിട്ടുള്ളത്. അതേസമയം നടരാജൻ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 3 ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം 16 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ മികച്ച പ്രകടനമാണ് നടരാജൻ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ IPL സീസണിൽ ദീപക് ഹൂഡ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. പക്ഷെ മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ CSK അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താരത്തിന് പുതിയ ഒരു ഫ്രാഞ്ചൈസി ആവശ്യമായി വരികയാണ്. പുതിയ ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ എടുക്കണമെങ്കിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തൻ്റെ ആ ഒരു ടാലന്റ് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ആദ്യ ഇന്നിംഗ്സിൽ ഒരു വെടിക്കെട്ട് പ്രകടനം ഇപ്പോൾ ഹൂഡയിൽ നിന്നും പിറന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.